الحمد لله القديم الباري ثم صلاته على المختار وبعدها كسيرة الرسول منظومة موجزة الفصول مولده في عاشر الفضيل ربيع الأول عام الفيل. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് മുമ്പിൽ വിവരിച്ചു തന്ന ഇസ്ലാമികമായ ജീവിതത്തെ സംബന്ധിച്ചുമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂല് ജനിച്ചത് മുതൽ നുബുവത്ത് ലഭിക്കുന്നത് വരെയുള്ള ആ ജീവിത കാലഘട്ടത്തെ സംബന്ധിച്ച് നാം കേട്ടു. ഇൻഷാ അല്ലാഹ് ഈ സമയത്ത് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാരെ സംബന്ധിച്ചുമാണ്. ചരിത്രത്തിലേറെ പഴികേട്ടതും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ വിമർശിക്കപ്പെട്ടതും ഈ വിഷയത്തിലാണ്. നമുക്കറിയാം, നമ്മിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു പ്രത്യേകമാക്കി കൊടുത്തൊരു നിയമമാണ് 4-ൽ കൂടുതൽ വിവാഹം കഴിക്കുക എന്നുള്ളത്. അള്ളാഹുവിൻ്റെ റസൂലിന് 4-ൽ കൂടുതൽ വിവാഹം കഴിക്കാം. അള്ളാഹുവിൻ്റെ റസൂൽ എത്ര വിവാഹം കഴിച്ചു, എത്ര ഭാര്യമാരുണ്ട് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏറെ പ്രബലമായ അഭിപ്രായം 11 ഭാര്യമാരാണ് അള്ളാഹുവിൻ്റെ റസൂലിനുള്ളത്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നറിയപ്പെടും. ഇസ്ലാമിക പ്രത്യേക ഒരു ദറജയാണത്, ഇസ്ലാമിലെ പ്രത്യേക ഒരു സ്ഥാനമാണത്. 11 ഭാര്യമാരാണ് നമ്മുടെ ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത്. അതിൽ 6 ഖുറൈശികൾ, ഖുറൈശി വംശത്തിൽപ്പെട്ട 6 ആൾക്കാർ. 4 ആൾക്കാർ അറബികളാണ്, പക്ഷെ ഖുറൈശികളല്ല. ഒരാള് അറബിയല്ല, ബനൂ ഇസ്രായേൽപ്പെട്ട ഒരാളാണ്, ഹാറൂൻ നബി അലൈഹിസ്സലാമിൻ്റെ പരമ്പരയിൽപ്പെട്ട ഒരാൾ. അങ്ങനെ 11 ഭാര്യമാരാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത്. അതിൽ 2 ആൾക്കാർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ തന്നെ വഫാത്തായി. അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്താകുന്ന സമയത്ത് 9 പേർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. റസൂലിൻ്റെ മരണശേഷം ധാരാളം വർഷം അവർ ജീവിച്ചു. ആദ്യം നമുക്ക് ഭാര്യമാർ ഓരോരുത്തരെയും ചെറിയൊരു രീതിയിൽ പരിചയപ്പെടുത്താം. ഒന്ന് ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ, റസൂലിൻ്റെ ആദ്യത്തെ ഭാര്യയാണ്. അള്ളാഹുവിൻ്റെ റസൂല് ഖദീജ ബീവിയെ കല്യാണം കഴിക്കുമ്പോൾ ഖദീജ ബീവിക്ക് പ്രായം 40 വയസ്സായിരുന്നു. ആ വിവാഹത്തിൻ്റെ ആ ഒരു ചരിത്രം നാം കേട്ടു നേരത്തെയുള്ള ക്ലാസ്സിൽ. 20 ഒട്ടകത്തെ മെഹറായിക്കൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജനെ വിവാഹം കഴിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ ഏറെ സ്നേഹിച്ചൊരു ഭാര്യയായിരുന്നു. അതേപോലെ തന്നെ ദീനിന് വേണ്ടി വളരെയേറെ ത്യാഗം സഹിച്ച ഒരു സഹാബിയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. അഥവാ ദീൻ ആരംഭിച്ചത് ആ ഖദീജയുടെ വീട്ടിൽ നിന്നാണ്. ആ ഒരു ബഹുമതി മതി നമുക്ക് പറയാൻ. അതിൻ്റെ അപ്പുറം വേറെ ഫളായിലൊന്നും പറഞ്ഞ് പൊലിപ്പിക്കേണ്ട ആവശ്യമില്ല. ദീൻ ആരംഭിക്കുന്നത് ഖദീജ റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ നിന്നാണ്. അതൊരു മഹിമയാണ്. ആ സംഭവങ്ങളും ആ ചരിത്രങ്ങളും ഈ സമയത്ത് നാം വിശദീകരിക്കുന്നില്ല, ചെറിയ സമയം നമുക്കുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ മക്കളിൽ 6 ആൾക്കാരും ഖദീജയിൽ നിന്നുണ്ടായ മക്കളാണ്. അബ്ദുള്ള, ഖാസിം, അതുപോലെ തന്നെ സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസൂം, ഫാത്തിമ. 6 മക്കൾ. ഇബ്രാഹിം എന്ന മകൻ
മറ്റൊരാളിലോ ഉണ്ടായതാണ്. ഈ 6 മക്കളും ഖദീജയിൽ നിന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായത്. ഹിജ്റയുടെ മുമ്പ് 28ാമത്തെ വർഷമാണ് വിവാഹം നടക്കുന്നത്. അതുപോലെ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് ഹിജ്റയുടെ മുമ്പ് 3 വർഷം മുമ്പാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാവരും കൈയൊഴിഞ്ഞപ്പോൾ, നാട്ടുകാരൊക്കെയും പുറംതിരിഞ്ഞു നിന്നപ്പോൾ സഹായത്തിന് താങ്ങും തണലുമായിട്ട് സാമ്പത്തികമായും ശാരീരികമായിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിച്ചു നിർത്തിയത് ഖദീജ റളിയല്ലാഹു അൻഹ ആയിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം കാലം മുഴുവൻ ഖദീജയുടെ ആ ത്യാഗം ഓർമ്മിക്കുമായിരുന്നു. മറ്റു ഭാര്യമാർക്കിടയിൽ ഖദീജയുടെ ഫളായിൽ പറയുമായിരുന്നു, അന്ന് എന്നെ താങ്ങി നിർത്തിയത് എൻ്റെ ഖദീജയായിരുന്നു. ഈ ദീനിന് താങ്ങും തണലുമായിട്ട് എൻ്റെ കൂടെ നിന്നത്, എല്ലാവരും എനിക്കെതിരായപ്പോൾ എൻ്റെ ഖദീജ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് പോലും ആ ഖദീജനെ പറഞ്ഞിട്ടാണ് വഫാത്തായത്. അത്രയും ഇഷ്ടമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലിന്. ആ സമയത്ത് ഖദീജ ഭാര്യയായിരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂല് വേറെ വിവാഹം കഴിച്ചിട്ടില്ല. ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായ ആ വർഷം ആമുൽ ഹുസ്ൻ, ദുഃഖത്തിൻ്റെ വർഷം എന്നാണ് അറിയപ്പെടുന്നത് ചരിത്രത്തിൽ. അത്രയേറെ അള്ളാഹുവിൻ്റെ റസൂൽ ദുഃഖിച്ചു. അതേ വർഷമാണ് അബൂ താലിബ് വഫാത്താകുന്നത്. 40ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിഞ്ഞത്. ചുരുങ്ങിയ വർഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചു. ആരംഭഘട്ടത്തിൽ, ഇസ്ലാമിൻ്റെ ആരംഭഘട്ടത്തിൽ ദീനേറെ സഹായം ചെയ്ത ഖദീജ റളിയല്ലാഹു അൻഹ. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1ാമത്തെ ഭാര്യ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ 1ാമത്തെ ആൾ. 2ാമത്തേത് സൗദ ബിൻത് സംഅ റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു വഫാത്തായിട്ട് ഏതാനും ചില ദിവസങ്ങൾക്ക് ശേഷമാണ് സൗദ ബിൻത് സംഅ റളിയല്ലാഹു അൻഹയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുന്നത്. 400 ദിർഹമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ മഹറായിട്ട് നൽകിയത്. 400 ദിർഹം. സൗദ ബിൻത് സംഅ റളിയല്ലാഹു അൻഹ ഹബശയിലേക്ക് ഹിജ്റ പോയവരുടെ കൂട്ടത്തിലാണ്. ആ ഹബശയിൽ നിന്നും ഭർത്താവ് മരണപ്പെട്ടു. മഹദി തിരികെ മക്കയിലേക്ക് വന്നു. മക്കയിലേക്ക് വന്നിട്ട് തനിച്ചായി താമസം. തൻ്റെ കുടുംബക്കാരുടെ അടുക്കലേക്ക് പോകാൻ പേടിയായി. എല്ലാവരും മുശ്രിക്കുകളാണ്, എല്ലാവരും എതിർപ്പുമായിട്ട് വരും. തൻ്റെ ദീനിൽ ഭയന്നു. മുശ്രിക്ക് എൻ്റെ കുടുംബക്കാരനെ പ്രയാസപ്പെടുത്തും, എന്നെ ഉപദ്രവിക്കുമെന്ന ഭയത്തിൽ മഹദി കഴിയുന്ന സമയത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയെ ഭാര്യയെ സ്വീകരിക്കുന്നത്. 55 വയസ്സായിരുന്നു ആ സമയം. 55ാമത്തെ വയസ്സിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മക്കളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സന്തോഷത്തോടെ ബാക്കിയുള്ള കാലം ജീവിച്ചു. അവസാന കാലഘട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിച്ചു കൊടുത്ത ആ ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് നൽകിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിട്ട് മരിക്കണമെന്ന അതിയായ ആഗ്രഹത്തിൽ തൻ്റെ ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് നൽകി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ ഭാര്യമാരുടെ കൂടെയായിരുന്നു താമസം. എൻ്റെ സൗദ റളിയല്ലാഹു അൻഹയുടെ ആ ദിവസം മഹദി ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് നൽകി. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് 2 ദിവസം കിട്ടുമായിരുന്നു. ഒന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ദിവസവും, രണ്ടാമത് സൗദ റളിയല്ലാഹു അൻഹയുടെ ദിവസവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായി ഉമ്മഹാത്തുൽ മുഅ്മിനായി മരണപ്പെടുന്ന അതിയായ ആഗ്രഹത്തോടുകൂടിയായിരുന്നു സൗദ റളിയല്ലാഹു അൻഹ അത് ചെയ്തത്. ഹിജ്റ 54 സൗദ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. 3ാമത്തേത് ആയിഷ റളിയല്ലാഹു അൻഹ. വളരെ ചുരുക്കിയാണ് നാം വിശദീകരിക്കുന്നത്. നമുക്ക് ദീർഘമായിട്ട് പറയാൻ, ചരിത്രം പറയാൻ സമയമില്ല. ദീർഘമായി പറയാനുള്ള ധാരാളം പറയാനുണ്ട്. ഓരോ ഉമ്മഹാത്തുൽ മുഅ്മിനീനെ സംബന്ധിച്ചും ധാരാളം പറയാനുണ്ട്. വളരെ ചുരുക്കി മാത്രമാണ് സംസാരിക്കുന്നത്. 3ാമത്തേത് ആയിഷ റളിയല്ലാഹു അൻഹ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയായിരുന്നു. ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂൽ, മൻ അഹബ്ബുൻ നാസ് ഇലൈക്, ജനങ്ങൾ വെച്ച് ഏറ്റവും ഇഷ്ടം ആരോടാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ, എൻ്റെ ഭാര്യ ആയിഷയോടാണ്. വളരെ സന്തോഷത്തിലായിരുന്നു ജീവിതം. അള്ളാഹുവിൻ്റെ റസൂലിനെ ആക്ഷേപിക്കുന്നവർ ഏറെ ആക്ഷേപിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ
ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കലും ഒരു സെക്കൻഡ് പോലും എൻ്റെ റസൂലിൻ്റെ കൂടെ ഞാൻ ജീവിച്ചിട്ട് എനിക്ക് ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷവേളയും എൻ്റെ റസൂലിൻ്റെ കൂടെ ജീവിക്കുമ്പോഴായിരുന്നു. ആ രീതി ആയിഷ റളിയല്ലാഹു അൻഹ സന്തോഷത്തോടെ റസൂലിൻ്റെ കൂടെ ഭാര്യയായിട്ട് ജീവിച്ചു. എല്ലാ സമയത്തും അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ധാരാളം ഹദീസുകൾ പഠിച്ചു. വലിയ ആലിമത്തായിരുന്നു. ഹദീസും ഖുർആനും ധാരാളമായി പഠിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളും പഠിച്ച് മനസ്സിലാക്കി അത് സഹാബത്തിന് എത്തിച്ചു കൊടുക്കുക, അത് ഉമ്മത്തിന് എത്തിച്ചു കൊടുക്കുക എന്നുള്ള വലിയൊരു ദൗത്യം ചെയ്ത സഹാബി വനിതയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയ്ക്ക് മുമ്പാണ് നിക്കാഹ് ചെയ്തത്. ഹിജ്റയ്ക്ക് ശേഷം രണ്ടാമത്തെ വർഷമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയായിട്ട് വീട് കൂടുന്നത്. 400 ദിർഹമാണ് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹറായിട്ട് നൽകിയത്. വിവാഹം ചെയ്തു കൊടുക്കുന്നത് പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആർക്കും ഒരു തടസ്സം, ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. 6-ാമത്തെ വയസ്സിലാണ് നിക്കാഹ് കഴിഞ്ഞത്. 9-ാമത്തെ വയസ്സിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ജീവിതം ആരംഭിച്ചത്. ഒരു പ്രയാസവും പറഞ്ഞിട്ടില്ല ആയിഷ റളിയല്ലാഹു അൻഹ. ഒരു സങ്കടം പോലും പിതാവിനോട് പറഞ്ഞിട്ടില്ല. ആ ജീവിതത്തിൽ സന്തോഷം മാത്രമേ പകർന്നു നൽകിയിട്ടുള്ളൂ. നല്ല സന്തോഷത്തോടെ ജീവിച്ചു അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ. ഹിജ്റ 56-ലാണ് ആയിഷ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. 4-മത്തേത് ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹ. ഉമർ റളിയല്ലാഹുവിൻ്റെ മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹ. ഇവരൊക്കെയും റസൂലിൻ്റെ 11 ഭാര്യമാരിൽ ആയിഷ റളിയല്ലാഹു അൻഹ മാത്രമാണ് കന്യകയായിട്ടുള്ളത്. ബാക്കി എല്ലാവരും വിധവകളായിരുന്നു. മുമ്പ് ഒരാൾ കല്യാണം കഴിച്ച് തലാഖായവരുമുണ്ട്, അതുപോലെ തന്നെ ഭർത്താക്കന്മാർ മരിച്ചു പോയവരുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ മാത്രമാണ് കന്യകയായിട്ടുണ്ടായിരുന്നത്. ഹിജ്റയുടെ 2-ാമത്തെ വർഷം അല്ലെങ്കിൽ 3-ാമത്തെ വർഷം, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹഫ്സ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു. 400 ദിർഹമാണ് മഹറായിട്ട് നൽകിയത്. ഹിജ്റ 45-ലാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. ഉമർ റളിയല്ലാഹു അൻഹയുടെ മകളാണ്. 5-മത്തേത് സൈനബ ബിൻത് ഖുസൈമ. അറബി ആയിരുന്നു, പക്ഷെ ഖുറൈശിയല്ല. സൈനബ ബിൻത് ഖുസൈമ. അതും ഹിജ്റ 3 അല്ലെങ്കിൽ 4 വർഷങ്ങളിലാണ് വിവാഹം നടക്കുന്നത്. വലിയ സംഭവ ബഹുലമായ വിവാഹമായിരുന്നു സൈനബ ബിൻത് ഖുസൈമയുമായിട്ട്. മഹദിയുടെ ഭർത്താവ് അബ്ദുല്ലാഹ് ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി ഉഹദ് യുദ്ധത്തിൽ. മഹദി വളരെ ദുഃഖത്തിലായിരുന്നു. ആ സമയത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹാഭ്യർത്ഥനമായിട്ട് പോകുന്നത്. മഹദി സന്തോഷത്തോടെ സമ്മതിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമായിട്ട് വിവാഹം നടന്നു. മുഹാജിറത്തായ സ്ത്രീയാണ്. അതുപോലെ തന്നെ ഉമ്മുൽ മസാക്കീൻ എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ധാരാളമായിട്ട് ദാനധർമ്മങ്ങൾ കൊടുക്കുന്ന സ്ത്രീയായിരുന്നു മഹദി. അതുകൊണ്ട് ഹിജ്റയ്ക്ക് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 2 മാസം അല്ലെങ്കിൽ 8 മാസം റസൂലിൻ്റെ കൂടെ ജീവിച്ചു, വഫാത്തായി. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് വഫാത്തായ 2 ഭാര്യമാരിൽ ഒന്ന് ഖദീജ, 2 സൈനബ് ബിൻത് ഖുസൈമ. റസൂലിൻ്റെ കൂടെ 2 മാസം അല്ലെങ്കിൽ 8 മാസം അഭിപ്രായ വ്യത്യാസമുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. അത്രമാത്രം റസൂലിൻ്റെ കൂടെ ഭാര്യയായിട്ട് ജീവിച്ചിട്ടുള്ളൂ. 2 വഫാത്തായി. ഹിജ്റ 4 വഫാത്തായി. 6-മത്തേത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. മഹദിയുമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യുന്നത് ഹിജ്റ 4-ാം വർഷമാണ്. മഹദിയുടെ ഭർത്താവ് മരണപ്പെട്ടു. മകൻ സലമ റളിയല്ലാഹു അൻഹു ആണ് ഉമ്മാക്ക് വലിയായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവാഹം ചെയ്തു കൊടുത്തത്. ഉമ്മാരെ വലിയായിട്ട് മകൻ സലമ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സന്തോഷത്തോടെ ജീവിച്ചു. ഹിജ്റ 58 വഫാത്തായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് ധാരാളം വർഷം ജീവിച്ചിട്ടുണ്ട്. ധാരാളം ഹദീസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ബുദ്ധികൂർമ്മതയുള്ള സ്ത്രീയായിരുന്നു. ധാരാളം ഹദീസുകൾ പഠിച്ച് ഈ ഉമ്മത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്, ധാരാളം ഹദീസുകൾ. 7-മത്തേത് സൈനബ ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടെ വിവാഹ സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് കല്യാണം കഴിച്ചു കൊടുക്കുന്നതാണ്. വലിയുണ്ടായിട്ടില്ല.
സൈനബ് റളിയല്ലാഹു അൻഹ എപ്പോഴും ഫഖർ പറയുമായിരുന്നു, നിങ്ങളൊക്കെയും റസൂലിനെ വിവാഹം ചെയ്തു കൊടുത്തത് നിങ്ങളുടെ പിതാക്കന്മാരും നിങ്ങളുടെ കുടുംബക്കാരുമാണ്, പക്ഷെ എന്നെ റസൂൽ വിവാഹം ചെയ്തു കൊടുത്തത് അള്ളാഹുവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖുർആനിൽ ഫലമ്മാ ഖളാ സൈദും മിൻഹാ വതറൻ സവ്വജ്നാകഹ നാം താങ്കൾക്ക് വിവാഹം ചെയ്തു തന്നു അവളെ, അഥവാ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയ. റസൂൽ സല്ലല്ലാഹു അത് പിറകിലൊരു സംഭവമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രനാണ് സയ്യിദ് ബിൻ ഹാരിസ. പണ്ടുകാലത്ത് വളർത്തുപുത്രൻ സ്വന്തം മകനെ പോലെ ഗണിക്കപ്പെട്ടിരുന്നു. സ്വന്തം മകന് എന്തൊക്കെ അവകാശങ്ങളുണ്ടോ അതേ അവകാശങ്ങൾ വളർത്തുപുത്രന്മാർക്കും നൽകി പോന്നിരുന്നു. ഇസ്ലാമിലും അത് തുടർന്നുകൊണ്ടേയിരുന്നു. ആ സമ്പ്രദായം ഇല്ലാതാക്കി അള്ളാഹുവിൻ്റെ ശരീഅത്തിൽ ദീനിൽ നിയമം വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രനാണ് സയ്യിദ് ബിൻ ഹാരിസ. സ്വന്തം മകൻ വിവാഹം കഴിച്ച ഒരു പെണ്ണിനെ ആ മകൻ്റെ പിതാവിന് കല്യാണം കഴിക്കാൻ പറ്റില്ല, മഹറമായി തീരും. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം മകനല്ല സയ്യിദ് ബിൻ ഹാരിസ എന്ന് സഹാബാക്കൾക്കും മറ്റുള്ളവർക്ക് മുമ്പിൽ വ്യക്തമാക്കി കൊടുക്കാനാണ് ആ മകൻ വളർത്തുപുത്രനായ സയ്യിദ് ബിൻ ഹാരിസ തലാഖ് ചെയ്ത സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹറായിട്ട് നൽകിയത് 400 ദിർഹമാണ്. അധിക ഭാര്യമാർക്കും അല്ലാഹുവിൻ്റെ റസൂല് 400 ദിർഹമാണ് മഹറായിട്ട് നൽകിയത്. ഹിജറ 20 മഹദി റളിയല്ലാഹു അൻഹ വഫാത്തായി. ശേഷം ജുവൈരിയ ബിൻതുൽ ഹാരിസ് റളിയല്ലാഹു അൻഹ. ഈ വിവാഹം നടക്കുന്നത് ബനുൽ മുസ്തലഖ് ഗോത്രക്കാരിയാണ്. ബനുൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞു തടവ് പുള്ളികളായി പിടിച്ചുകൊണ്ടുവന്നവരിൽ ഈ മഹദി ഉണ്ടായിരുന്നു, ജുവൈരിയ ബിൻത് ഹാരിസ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തടവ് പുള്ളികളിൽ നിന്നും മഹദിയെ മോചിപ്പിച്ച്, അടിമയിൽ നിന്ന് മോചിപ്പിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു. ഈ മഹദിയുടെ കുടുംബത്തിൽ അബു മുസ്തലഖ് ഗോത്രത്തിൽ ധാരാളം പേരെ ആ സമയത്ത് സഹാബാക്കൾ അടിമകളായി വെച്ചിരുന്നു. കാരണം യുദ്ധം കഴിഞ്ഞ് അവരെ പരാജയപ്പെടുത്തി അവരുടെ അടിമകളായി കൊണ്ടുവന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുടുംബത്തിൽ നിന്നൊരു വിവാഹം കഴിച്ചതോടുകൂടി എല്ലാ സഹാബാക്കളും അവരെ അടിമകളൊക്കെ മോചിപ്പിച്ചു. കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യയുടെ കുടുംബക്കാരാണ്. അങ്ങനെ 100ഓളം കുടുംബങ്ങളെ സഹാബാക്കൾ മോചിപ്പിച്ചു. അവരൊക്കെ ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ വിവാഹത്തിൻ്റെ പിറകിലും നല്ലതായ ഹിക്മത്തുകളുണ്ട്, ഓരോ കാരണങ്ങളുണ്ട്. ഹിജറ 50 ജുവൈരിയ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. 9ാമതായിട്ട് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ, റംല ബിൻത് അബി സുഫിയാൻ, അബൂ സുഫിയാന്റെ മകൾ. ഹിജറ 7 റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 60 വയസ്സായി. ഹിജറ 7 വിവാഹം കഴിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത കുടുംബക്കാരിയാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂല് ഏറ്റവും കൂടുതൽ മഹർ നൽകിയതും ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹക്കാണ്. 400 ദീനാറാണ്. മറ്റവർക്ക് 400 ദിർഹമാണ്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹക്ക് നൽകിയത് 400 ദീനാർ. അത് നൽകിയത് നജ്ജാശി രാജാവായിരുന്നു. നജ്ജാശി രാജാവാണ് ആ മഹറിൻ്റെ തുക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത്. അതുപോലെ തന്നെ ഹിജറ 44 മഹദി വഫാത്തായി. 10ാമതായിട്ട് സഫിയ ബിൻതു ഹുയൈ റളിയല്ലാഹു അൻഹ. ഈ സഫിയ റളിയല്ലാഹു അൻഹ ബനു ഇസ്രായേൽപ്പെട്ട ഹാറൂൻ നബി അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്. അവിടുന്നും ബനു ഖുറൈലയിലെ യഹൂദി വിവാഹം കഴിച്ചുകൊണ്ട് മദീനയിലേക്ക് വന്നു. ബനു ഖുറൈല ഗോത്രം യഹൂദി ഗോത്രമാണ് മദീനയിൽ. അങ്ങനെ അവിടുന്ന് മദീനയിലേക്ക് എത്തിയ സഫിയ റളിയല്ലാഹു അൻഹ ഖൈബർ യുദ്ധത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിടിച്ചുകൊണ്ടുവന്നു. ഖൈബർ യുദ്ധം കഴിഞ്ഞ് ബനു ഖുറൈലയിൽ നിന്നും തടവ് പുള്ളികളെ കൊണ്ടുവന്നു അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിലേക്ക്.
അങ്ങനെ ഓരോരുത്തരും ആ തടവുള്ളികളെ വീതിച്ചെടുക്കുകയാണ്. ഗനീമത്ത് സ്വത്ത് എന്ന നിലയിൽ വീതിച്ചെടുക്കുമ്പോൾ ദിഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹു അദ്ദേഹം പോയിട്ട് സഫിയ റളിയല്ലാഹു അൻഹ എടുത്തു. അദ്ദേഹത്തിനാണ് ഓഹരി ലഭിച്ചത്. സഫിയ റളിയല്ലാഹു അൻഹയെ അടിമയായി പിടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു, സഫിയ ബനു ഖുറൈലയിലെ വലിയ നേതാവിൻ്റെ ഭാര്യയായിട്ടാണ് ജീവിച്ചത്, ഒരിക്കലും ഒരു മുസ്ലിം അടിമയായി വെക്കേണ്ടവളല്ല. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾക്കാണ് ഏറ്റവും യോഗ്യത സഫിയ റളിയല്ലാഹു അൻഹ അടിമയായിട്ട് വെക്കാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ റളിയല്ലാഹു അൻഹ അടിമയായി സ്വീകരിച്ചു. അതിനുശേഷം മോചിപ്പിച്ചിട്ട് മഹദിയെ വിവാഹം കഴിച്ചു. ഹിജ്റ 50 സഫിയ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. 11ാമത്തേത് മൈമൂന ബിൻതുൽ ഹാരിസ് റളിയല്ലാഹു അൻഹ. ഹിജ്റ 7 ഉംറത്തുൽ ഖളാഇന് ശേഷമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൈമൂന റളിയല്ലാഹു അൻഹ വിവാഹം കഴിക്കുന്നത്. മഹദി വഫാത്തായപ്പോൾ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് മയ്യത്ത് നിസ്കരിച്ചത്. അതേപോലെ തന്നെ മക്കക്കും മദീനക്കും ഇടയിൽ മഹദി വഫാത്താകുന്നതിന് മുമ്പ് തന്നെ വസിയത്ത് ചെയ്തൊരു സ്ഥലത്താണ് ഖബറടക്കിയത്. ഹിജ്റ 51 മഹദി വഫാത്താകുന്നത്. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 11 ഭാര്യമാർ. ഇതിനു പുറമെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റൈഹാന ബിൻത് ഹാരിസ മാരിയത്തുൽ ഖിബ്തിയ എന്ന് 2 ജാരിയത്ത് ഉണ്ടായിരുന്നു, അടിമ സ്ത്രീകൾ ഉണ്ടായിരുന്നു. ഈ മാരിയത്തുൽ ഖിബ്തിയിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇബ്രാഹിം എന്ന മകൻ ജനിച്ചത്. ഈ റൈഹാന എന്ന അടിമ സ്ത്രീ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ച സ്ത്രീയാണ്. പക്ഷെ അവർ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ പെടൂല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. ഇതിന് പുറമെ 5 or 7 സ്ത്രീകളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹ അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. ചില ആൾക്കാർ അല്ലാഹുവിന്റെ റസൂൽ വിവാഹം കഴിച്ചിട്ടുണ്ട്, പക്ഷെ വീട് കൂടിയിട്ടില്ല. അതിനുമുമ്പ് തലാഖായവരുമുണ്ട്, അതിനുമുമ്പ് മരണപ്പെട്ടവരുമുണ്ട്. 5 or 7 ആൾക്കാരുണ്ട്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഭാര്യയായി ജീവിച്ച 11 പേരാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന ആ ഗണത്തിൽപ്പെടുന്നത്. ഇതാണ് 11 ഭാര്യമാർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ. ഇനി അവർക്കുള്ള പ്രത്യേകത, ദീനുൽ ഇസ്ലാമിൽ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നൊരു സ്ഥാനം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുണ്ട്. അത് വലിയൊരു സ്ഥാനമാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. റസൂല് ഓരോ മുഅ്മിനീങ്ങൾക്കും സ്വശരീരത്തെക്കാൾ പ്രാധാന്യമുള്ളതാണ് അള്ളാഹുവിൻ്റെ റസൂൽ. ഓരോ മുഅ്മിനും സ്വശരീരത്തെക്കാൾ സ്നേഹിക്കണം ആ പ്രവാചകനെ, സ്വശരീരത്തെക്കാൾ ബഹുമാനിക്കണം. എന്തുകൊണ്ടും ഓരോ മുഅ്മിനീങ്ങൾക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിൻ്റെ റസൂലാണ്. വഅസ്വാജുഹു ഉമ്മഹാതുഹും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാര് അവരുടെ ഉമ്മമാരാണ്. സൂറത്തുൽ അഹ്സാബിൻ്റെ 2ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു. അതുപോലെ തന്നെ മറ്റുള്ള സ്ത്രീകൾക്കില്ലാത്ത ചില പ്രത്യേകതകൾ ദീനുൽ ഇസ്ലാമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിന്റെ ആയത്തിൽ തന്നെ പറയുന്നുണ്ട്, യാ നിസാ അൻ-നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ. യാ നിസാ അൻ-നബി, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യമാരെ, ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, നിങ്ങൾ ഒരിക്കലും മറ്റുള്ള സ്ത്രീകളെ പോലെയല്ല. നിങ്ങൾ ഒരിക്കലും മറ്റുള്ള സ്ത്രീകളെ പോലെയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ തെറ്റ് വന്നാൽ അതിന് വലിയ ശിക്ഷയുണ്ട്. അതുപോലെ തന്നെ ചെറിയ നന്മ ചെയ്താൽ അതിന് വലിയ പ്രതിഫലമുണ്ട് എന്നും വ്യക്തമാക്കുന്നുണ്ട്. അതിൽ ചില പ്രത്യേകതകളും ചില സ്ഥാനങ്ങളും ഇസ്ലാം പ്രത്യേകം നൽകിയ വിഭാഗമാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാർ. ഇവർ തന്നെ ആയിരിക്കും നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാരായിട്ടുണ്ടാകും. വലിയൊരു ഭാഗ്യമാണ്. ദുനിയാവിലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാരായി ജീവിച്ചു, നാളെ ആഖിറത്തിലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാരായിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഉണ്ടാവും ഈ 11 പേരും. അതുപോലെ തന്നെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന സ്ഥാനപ്പേരോടെ എന്നെന്നും ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങളുടെ ഉമ്മമാരായിട്ട് അവർ നിലകൊള്ളും. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹങ്ങൾക്ക് ഹിക്മത്തുകളുണ്ട്. ഒന്ന് പ്രധാനപ്പെട്ട ഒരു ഹിക്മത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദഅവത്ത് എളുപ്പമാക്കുക, എതിർപ്പുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിൽപ്പെട്ടതാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ വിവാഹം. എതിർപക്ഷത്തുള്ള നേതാവിൻ്റെ, ശത്രുപക്ഷത്തുള്ള നേതാവിൻ്റെ മകളാണ്. ഈ വിവാഹബന്ധത്തിലൂടെ ആ നേതാവിൻ്റെ എതിർപ്പും വെറുപ്പും കുറയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദഅവത്ത് എളുപ്പമാകും. അതേപോലെ തന്നെ ജുവൈരിയ റളിയല്ലാഹു അൻഹ ബനുൽ മുസ്തലഖ് ഗോത്രത്തിലെ നേതാവിൻ്റെ മകളാണ്.
ആ വിവാഹബന്ധത്തിലൂടെ ആ ബനുൽ ഖുറൈലയുമായിട്ട് ബനുൽ മുസ്തലഖ് ഗോത്രവുമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിർപ്പ് കുറയും, ദഅവത്ത് എളുപ്പമാകും. അതുപോലെ തന്നെ സഫിയ റളിയല്ലാഹു അൻഹ ബനു ഖുറൈല ഗോത്രത്തിലെ വലിയ നേതാവിൻ്റെ ഭാര്യയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയെ വിവാഹം കഴിക്കുന്നതിലൂടെ ബനു ഖുറൈല ഗോത്രത്തിലെ ധാരാളം ആൾക്കാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് അടുത്തു. കാരണം ആ കുടുംബത്തിൽപ്പെട്ട ഒരാളെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. വിവാഹ ബന്ധത്തിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദഅവത്ത് എളുപ്പമാക്കാനും എതിർപ്പുകൾ കുറക്കാനുമായിരുന്നു ഒന്നാമത്തെ ഹിക്മത്ത് വിവാഹത്തിൻ്റെ. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുലഫാഉർ റാഷിദീങ്ങളിൽ 4 പേരും അള്ളാഹിൻ്റെ റസൂലുമായിട്ട് വിവാഹബന്ധമുള്ളവരാണ്. ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മകളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, മകളെ റസൂൽ വിവാഹം കഴിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, റസൂലിൻ്റെ 2 മകളെ വിവാഹം കഴിച്ച ആളാണ്. നാലാമത്തത് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, റസൂലിൻ്റെ മകളെ വിവാഹം കഴിച്ച ആളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് നല്ല ബന്ധമുണ്ടാക്കി വെച്ചു. സഹാബാക്കൾക്കിടയിൽ ആ സ്ഥാനം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ഖലീഫയായ സമയത്ത് സഹാബാക്കൾ പൂർണ്ണമായിട്ടും അംഗീകരിച്ചത്. അതാണ്ട് റസൂലുമായിട്ട് അടുത്ത കുടുംബ ബന്ധമുള്ളവരായിരുന്നു. ഈ രീതിയിലായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ നിക്കാഹിൻ്റെ പിറകിലും ഓരോ വിവാഹത്തിൻ്റെ പിറകിലും വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു, കാരണങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാരണം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കുക എന്നുള്ളതാണ്. ലോകത്ത് വേറെ ആരുമില്ല അള്ളാഹിൻ്റെ റസൂലിൻ്റെ ജീവിതം പോലെ രേഖപ്പെടുത്തപ്പെട്ട ജീവിതം. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ദിവസവും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉമ്മത്തിൻ്റെ മുമ്പിൽ അത് പൂർണ്ണമായിട്ടും വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അത് ഒരു ഭാര്യയാണെങ്കിൽ പൂർണ്ണമായിട്ടും അള്ളാഹിൻ്റെ റസൂലിൻ്റെ രഹസ്യ ജീവിതം പഠിച്ച് അത് ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കാൻ സാധ്യമല്ല. കുറേ ആൾക്കാരുണ്ടാകുമ്പോൾ ഒരാൾ ശ്രദ്ധിക്കാത്ത കാര്യം മറ്റൊരാൾ ശ്രദ്ധിക്കും. ഉദാഹരണത്തിന് സുന്നത്ത് നിസ്കാരം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർളല്ലാത്ത സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ചായിരുന്നു നമസ്കരിച്ചിരുന്നത്. ഒരു മഹദി പറഞ്ഞു അള്ളാഹിൻ്റെ റസൂൽ 2 റക്അത്താണ് നിസ്കരിച്ചത്. മറ്റു ഹദീസിൽ മറ്റു മഹദി പറഞ്ഞു അള്ളാഹിൻ്റെ റസൂൽ 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ട്, ളുഹറിൻ്റെ മുമ്പ്, ളുഹറിന് ശേഷം. അപ്പോൾ ഈ 2 ഹദീസ് നമുക്ക് കിട്ടി. അങ്ങനെ വ്യത്യസ്തമായ പല ഹദീസുകളിലും അങ്ങനെ കാണാൻ കഴിയും. ഒരു സഹാബിയുടെ ഹദീസ് ഇങ്ങനെ, മറ്റു സഹാബിയുടെ ഹദീസ് ഇങ്ങനെ, 2 ഹദീസ് നമുക്ക് കിട്ടാം. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളും നാനാഭാഗങ്ങളിലെ റസൂലിൻ്റെ പ്രവർത്തനങ്ങൾ, വാക്കുകൾ, ചെയ്തികൾ ഒക്കെയും പരിപൂർണമായിട്ടും ഉമ്മത്തിലേക്ക് എത്തിക്കപ്പെടാനാണ് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഒന്നിൽ കൂടുതലുള്ള വിവാഹങ്ങളെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഒരു സഹാബി ശ്രദ്ധിക്കാത്ത കാര്യം മറ്റാൾ ശ്രദ്ധിക്കും, ഇന്ന് ചെയ്യാത്ത കാര്യം റസൂൽ നാളെ ചെയ്യും. അപ്പോൾ ഓരോരുത്തരും എന്ത് ചെയ്യും, ആ കാര്യങ്ങൾ പഠിച്ച് അത് ഉമ്മത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു ഹിക്മത്ത് ശരീഅത്തുമായി ബന്ധപ്പെട്ടതാണ്. അഥവാ സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടെ കല്യാണം. അത് സഹാബാക്കൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അള്ളാഹുവിൻ്റെ ആ തീരുമാനം, അള്ളാഹുവിൻ്റെ ആ വിധി സഹാബാക്കൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. സ്വന്തം മകനെ പോലെ കണ്ട ഒരാളുടെ ഭാര്യ, ആ മകൻ തലാഖ് ചെല്ലുക, പിന്നെ ആ പിതാവ് കല്യാണം കഴിക്കുക എന്നുള്ളത് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. കാരണം അവർ വളർത്തുപുത്രന്മാരെ സ്വന്തം മക്കളെ പോലെയാണ് കണ്ടിരുന്നത്. ആ നിയമം റദ്ദാക്കിക്കൊണ്ട്, അതില്ലാതാക്കിക്കൊണ്ട് പുതിയ നിയമം അള്ളാഹു സുബ്ഹാനഹു വ തആല നടപ്പാക്കി. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ സഹാബാക്കളെ പഠിപ്പിച്ചു, അവർ ബോധ്യപ്പെടുത്തി. റസൂല് സൈനബ് റളിയല്ലാഹു കല്യാണം കഴിച്ചപ്പോഴേ സഹാബാക്കൾക്ക് ഒരു സമാധാനമായി. കാരണം ആ നിയമം പൂർണ്ണമാക്കിയിട്ടും ഇല്ലാതാക്കിയിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം വളർത്തുമകൻ്റെ ഭാര്യയാണ് കല്യാണം കഴിച്ചത്, സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രനാണ്. ആ നിയമം റദ്ദാക്കിക്കൊണ്ടാണ് ഈ വിവാഹം നടന്നത്. അവർക്ക് പിറകിൽ അള്ളാഹുവിൻ്റെ വലിയ ഹിക്മത്തുകളുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ സംബന്ധിച്ചും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തെ സംബന്ധിച്ചും പറയാനുള്ളത്. ദീർഘമായിട്ട് പറയാൻ സമയം അനുവദിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് തുടർന്ന ക്ലാസ്സുകളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റസൂലിൻ്റെ ഓരോ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും പഠിക്കാനും അത് പിൻപറ്റാനും നമ്മുടെ നേതാവായിട്ട് നമ്മുടെ റസൂൽ എൻ്റെ റസൂലായി അംഗീകരിച്ചുകൊണ്ട് ആ റസൂലിനെ പൂർണ്ണമായി പിൻപറ്റാൻ
അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.